40,000 നമ്മൾ ചോദിക്കണം. 40,000 ഇത് കാർപ്പറേറ്റർ ആണ്. 40,000 ചോദിക്കുന്നുണ്ട്. അതെ, എന്തായാലും കുറച്ച് കൊടുക്കും. എന്തായാലും കുറച്ച്. ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ടാണ് 40,000 തരുന്നില്ല. ഒന്നും നോക്കണ്ടല്ല, ഫുൾ ഗ്യാരണ്ടി വണ്ടി. എണ്ണ അടിച്ച് കൊടുക്കാം. എണ്ണ അടിച്ച് ഓടിയാൽ മതി. 1,85,000 നമ്മൾ ചോദിക്കും. 1,85,000 ചോദിച്ചാൽ കുറച്ച് കൊടുക്കും. 1,400 ചോദിക്കണം. 1,400 പേപ്പറിലാണ് 28 പേപ്പറിൽ 1,25,000 വെച്ചാണ്ട് 1,20,000 നമുക്ക് ഫൈനലാക്കി. 95 റുപ്യ ട്വിസ്റ്റ് പവർ സ്റ്റാരിംഗിൽ വണ്ടി വെക്കണം. ചോദിക്കുന്നത് 95,000 കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കാം. ലോൺ കയറുമോ? ലോൺ നമുക്ക് പകുതി കൊടുക്കാം. 80 റുപ്യ ചോദിക്കണേ, 75 റുപ്യ ഉണ്ടെങ്കിൽ കൊടുക്കാം. MBA വെച്ചാണ്ട് 75,000 കൊടുക്കാം. വേറെ പണി കാര്യങ്ങളൊന്നും ഉഷാറ് വണ്ടി. പെട്രോൾ എത്ര മൈലേജ്? 290 ചോദിക്കണ്ടേ? കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുക്കും. ലോൺ കയറുമോ? ലോൺ മാക്സിമം ചെയ്ത് 10-50 റുപ്യ താഴെ ബാക്കി ലോൺ. നമ്മളങ്ങനെ വീണ്ടും രണ്ടാമത്തെ എപ്പിസോഡായിട്ട് വീണ്ടെത്തിക്കണ്ട്. മലപ്പുറം ജില്ലയിൽ മലപ്പുറം പാടായി സൗദിപ്പുഴയാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോ സെക്കൻഡ് 20ഓളം വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ്. 40,000 റുപ്യക്ക് ഒമ്നികള്, 1,00,000 റുപ്യക്ക് സ്വിഫ്റ്റുകളുണ്ട്. അതേപോലെ 55,000 റുപ്യ അൾട്ടോകള്, 32,000 റുപ്യക്ക് നാനോകള്. നമ്മളെ കോൾ റഷീക്ക് നമ്മുടെ വീട്ടിലേക്ക് സുഖല്ലേ? സാറല്ലേ? അതാറുണ്ട്. ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ മഞ്ചേരി 5 കിലോമീറ്റർ, മലപ്പുറത്ത് 5 കിലോമീറ്റർ, പാണായി സൗദിപ്പടി അവർക്ക് പറയാം. ലൊക്കേഷൻ ആനക്കയത്ത് 1.5 കിലോമീറ്റർ ഉള്ളു. ലൊക്കേഷനൊക്കെ ഒരു വണ്ടികള് വിട്ടുകൊടുക്കാം. എത്ര മുതൽ ഇവിടെ 35 റുപ്യ മുതലുള്ള വണ്ടികള്, ചെറുവണ്ടികളുണ്ട്. സ്റ്റാർട്ടിംഗ് 65,000 റുപ്യക്ക് സെന്നുകളുണ്ട്, 1,00,000 റുപ്യ സെന്നുകളുണ്ട്. 7 സീറ്റ് ഇന്നോവ ഒക്കെ നല്ല അടിപൊളി ഇന്നോവ ഗ്യാരണ്ടി പറഞ്ഞ കൊടുക്കാൻ പറ്റും. 250 റേഞ്ചിലുണ്ട്. നല്ല 2.5 റേഞ്ചില് തവേര കൊടുക്കാം. 10 സീറ്റ് വണ്ടി. അതെ. ഹൈബ്രിഡ് എർട്ടിക ആണെങ്കിൽ സ്വിഫ്റ്റും ഡീസലും മോഡലും 18 ഉണ്ട്, 14 ഉണ്ട്. ഏത് വണ്ടിയാണ്? കുറെ വണ്ടികൾ കേറാണ്ട്, കുറെ വണ്ടികള് വരാനൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ വണ്ടികൾ ഇപ്പൊ ഇവിടെ നിറഞ്ഞിറക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഒക്കെ ഏത് ഐറ്റം ആണെങ്കിലും ഉണ്ട്. ചെറിയ വണ്ടികള് ഒക്കെ ഉണ്ട്. ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോട്ടെ, ഏത് വണ്ടിയാ വേണ്ടി വെച്ച് വിളിച്ചോട്ടെ. ഫോട്ടോസ് ഇല്ലാത്താണെങ്കിലും വിളിച്ചോട്ടെ, ഇല്ലതാണെങ്കിലും വിളിച്ചോട്ടെ. സെറ്റാക്കി ഒരുവിധം വണ്ടികളൊക്കെ ഇവിടെ സെറ്റാണ്. 60,000 റുപ്യ വണ്ടിക്ക് പകുതി ലോൺ കൊടുക്കും. അത് നമുക്ക് ഇവിടെ ഈ ഏരിയയിലുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുക്കാം. 65,000 റുപ്യ മാരുതിന്റെ പകുതി ലോൺ കിട്ടാൻ സൈക്കിളോടെ മെയിൻ ആയിട്ട് കയറുമല്ലോ. പിന്നെ 2009-10 ദേശീയ വണ്ടികൾക്കൊക്കെ നമ്മള് ബാങ്ക് ലോൺ ചെയ്ത് 9ന്റെ ശേഷം 10ന്റെ ശേഷം വണ്ടികൾക്കൊക്കെ നമുക്ക് ബാങ്ക് ലോൺ തന്നെ ചെയ്ത് കൊടുക്കും. ഒക്കെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണി മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. നേരെ വീഡിയോയിലേക്ക് പോകാം. സെക്കൻഡ് നമ്മളെ ഫസ്റ്റ് വണ്ടി മാരുതി സെന്നാണ്. നല്ല കിളിക്കുഞ്ഞു വണ്ടിയില്ലേ? നമ്മളെ കൂടുതൽ റഷീക്ക് നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം. സുഖല്ലേ? അപ്പൊ എങ്ങനെ മോഡൽ സെന്ന്? ഇത് 2004 മോഡലാണ്. 4 മോഡൽ സെന്നാണ്. അതെ, VXA ആണ്. VXA ഫുൾ ഓപ്ഷൻ വണ്ടി. ബാക്ക് വൈപ്പർ വരെ ഉണ്ട്. എല്ലാം വർക്കിംഗ് ആണ്. ബാക്ക് വൈപ്പർ വർക്ക് ചെയ്യും. ബാക്ക് വൈപ്പർ വർക്കിംഗ്, AC, പവർ സ്റ്റാരിംഗ്, പവർ വിൻഡോ ഒക്കെ ഒക്കെ വർക്കിംഗ്. എല്ലാം വർക്കിംഗ് ആണ്. നല്ല അടിപൊളി 4 അലവിലെ ഷർട്ടും ചെയ്തു. 4 പുത്തൻ ടയറുണ്ട്. 5 കൊല്ലം പുതിയ പേപ്പർ ഉണ്ട്. അതുണ്ട്, ഒക്കെ ഉണ്ട്. ഏത് വേണമെങ്കിലും ഒക്കെ ഫുൾ റെഡി. ക്ലിയർ ഉള്ള വണ്ടിയാണ്. റീപ്ലേസും കാര്യമൊന്നും ഇല്ല. മെയിൻ ക്ലാസ് എല്ലാ ക്ലാസ്സും കണ്ടായിരുന്നു. ഒന്നും മാറിയില്ല. 4 മോളെ 20 ഇനിയിപ്പോ നമ്മളെ പുതിയ എടുക്കണവർക്ക് 29 വരെ എടുത്തു കൊടുക്കാണ് പേപ്പർ എടുത്തിട്ടാണ് കൊടുക്കണം. നേരെ ഓരോ പേർക്ക് മാറ്റലും റിന്യൂവലും എടുക്കലും ഒക്കെ പാടും. MTFI ആണ്. എത്ര ഓടിക്കണ? ഇത് ഓട്ടോ 74 ആകെ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് നമുക്ക് നോക്കാം. എത്ര കറക്റ്റ് വേണേലുണ്ട്. അലവിലൊക്കെ നല്ല അടിപൊളി. അലവിലൊന്നും വേണ്ട, വിറ്റാ കിട്ടും 10-15 റുപ്യ. നല്ല ചൊറുക്കില്ല. 25,000 റുപ്യ വില അലവിലാണ്. എത്ര ചോദിക്കണ്ടേ? ഇത് നമുക്ക് ഫൈനല് പേപ്പർ എടുത്തുകൊണ്ട് നമ്മൾ ഉറുപ്പ്യ ചോദിക്കണം. എന്തേലും ചെറിയ പൊട്ടിച്ച് കൊടുക്കാം. 1,00,000 പൊട്ടിച്ച് കൊടുക്കാം. നല്ല ബോഡി ഷേപ്പിൽ ഒറിജിനാലിറ്റി ഉണ്ട്. ലോൺ ഇത് ചോദിച്ചു നോക്കാനാണ്. ലോൺ പകുതിയൊക്കെ ഇവിടെയൊക്കെ അടുത്തൊക്കെ ആണെങ്കിൽ നല്ല വണ്ടി ഗ്യാരണ്ടി അറിഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. ഓടിച്ചാൽ എടുത്തിട്ടേ പോകുള്ളൂ. അത്ര ഗ്യാരണ്ടി. ഗ്യാരണ്ടി ഓടിച്ചാ പക്ക 100 പെട്രോള്
ഒരു 16-17 MTFI അല്ലേ മൈലേജും മൈലേജും കിട്ടും. അടുത്ത വണ്ടി ടാറ്റന്റെ ചെസ്റ്റിലെ ഒരു സെഡാൻ വണ്ടിയാണ്. സെഡാൻ വണ്ടി ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, വണ്ടിയാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. മോഡൽ എത്ര ഉണ്ട്? 14-15 റേസറാ. 14-15 ഫുൾ ഓപ്ഷൻ വണ്ടിയില്ലേ? ആലവീല് കാര്യം പട്ടം ഒക്കെ വരുന്ന ഓട്ടോമാറ്റിക് ആണ്, ഡീസലില് നല്ല മൈലേജ് ഉണ്ടാവും. ഓട്ടോമാറ്റിക്കില് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നുണ്ട്? ഇത് 290 നമ്മൾ ചോദിക്കണം. ഇത് ഏകദേശം ഒരു അഡ്വാൻസിങ് ആയിക്കോ, ലോണ് കൊടുത്ത ആകോ ഇല്ലെന്നൊന്നും അറിയില്ല. ആവശ്യക്കാരെ വിളിച്ചാൽ കൊടുക്കാം. ഇന്നലെ ഒരു 2 റുപ്യ അഡ്വാൻസ് ഒന്ന് പോയതാണ്. അപ്പൊ നമ്മൾ 90 ചോദിക്കണേ, എന്തേലും പൊട്ടിച്ച് കൊടുക്കാം. 290 ഓട്ടോമാറ്റിക് ഡീസൽ ഫുൾ ലോഡ് വണ്ടി. അത് മൈലേജ് കിട്ടൂല, അത്ര ഗ്യാരണ്ടി ലോൺ കയറും. ലോൺ ഇതിമേ മാക്സിമം കുറ്റപ്പം കയറുന്ന പറഞ്ഞത്. കുറ്റപ്പം കയറ്റിയപ്പോ ഫുൾ ലോൺ തന്നെ ഓട്ടോമാറ്റിക് കൊടുക്കാം. അത് പ്രൊഫൈലിനനുസരിച്ചാണ് മാക്സിമം ചെയ്യാലേ. അടുത്ത വണ്ടി ഷെവർലെറ്റിന്റെ ബീറ്റ്. ഇത് 2013 മോഡല് ഡീസൽ വണ്ടിയാണ്. 13 ഡീസലാണ്. അലവില് ടയറ് കാര്യമൊക്കെ ഫുള്ളാണ്. സീറ്റാറും കാര്യമൊക്കെ ചെയ്തു. എത്ര വണ്ടി 10 രൂപ ഡീസലിന് മൈലേജും കിട്ടും. ഒരു 1.25 റുപ്യ നമ്മൾ ചോദിക്കണം. എത്ര ഓടിക്കുന്നത്? ഓട്ടം 1 ജില്ലാനോ 80 ജില്ലാനോ എന്താണ് ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് താഴോ. റീപ്ലേസും കാര്യം 1.25 ചോദിക്കണ്ടേ? 1.25 ചോദിക്കണ്ടേ? കുറച്ച് കൊടുക്കും. ഡീസൽ വണ്ടി അലവിലൊക്കെ 20 മൈലേജ് ലോൺ കൊടുക്കാല്ലേ? ലോൺ ലോൺ നമുക്ക് ഷേർട്ട് ലോൺ ഒരു പകുതിയൊക്കെ കിട്ടും. ചെയ്ത് കൊടുക്കാം. ഒരു 10-20,000 മുടക്കിലും കൊടുക്കാം. അതെ അതെ, നമ്മളെ ഈ ഏരിയയിലുള്ള ചുറ്റുവട്ടത്തുള്ളവർക്ക് ഷേർട്ട് ലോൺ കയറും. അടുത്ത വണ്ടി ഇൻഡിക്ക വിസ്റ്റല്ലേ? കോട്രാജെറ്റ് ഷിഫ്റ്റിന്റെ ഇഞ്ചൻ വരുന്ന 2010 മോഡൽ വണ്ടി. 10 മോഡലാണ്. അതെ. കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ ഓട്ടം നമുക്ക് നോക്കാം. ഒന്നിന്റെ ചെറിയ മേലക്ക് ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണറാ തോന്നല്ലേ? ഫസ്റ്റ് റീപ്ലേസും കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര വണ്ടി നമ്മൾ ചോദിക്കും? നമുക്ക് 1.10 ചോദിക്കണം. ചോദിക്കണ്ടേ? ആ തെറിച്ചിക്കണ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. നോക്കല്ലേ? എന്തേലൊക്കെ ഡീസൽ വണ്ടിയല്ലേ? ഇത് ലോൺ കയറും? ലോണ് ചെറിയ ലോണുകളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? 1,10,10 സ്വിഫ്റ്റ് കോട്ടർജെറ്റിന്റെ ഇഞ്ചൻ വരുന്ന സ്വിഫ്റ്റിന്റെ ഇഞ്ചൻ വരുന്ന കോട്ടർജെറ്റ് കിലോമീറ്റർ ഒക്കെ ചാവി എടുത്ത് പറഞ്ഞു കൊടുക്കാം. ഓണർഷിപ്പ് ആണെങ്കിൽ ഇതിൽ കോപ്പി ഉണ്ട്. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നോക്കാനൊന്നുമില്ല. 17 മാറി. അപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 2017 മുതൽ ഇപ്പൊ ഒരാളെന്നെ കൊണ്ടിറക്കണം. 18, 19, 20, 21 5-8 കൊല്ലമായിട്ട് ഒരാളാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഗ്ലാസ് ഒക്കെ 2010. പെട്രോൾ അല്ല ഡീസൽ തന്നെ. 20 മൈലേജ് എന്തായാലും കിട്ടും. അടുത്ത വണ്ടി മാരുതി 800 നീല കളർ. ഇത് 2007 പേപ്പർ വണ്ടി. 27 പേപ്പർ ഉണ്ട്. MTFI വണ്ടി. കിലോമീറ്റർ ഒക്കെ നോക്കാം. ഓണർ 2 നിലവിലുള്ളത്. റീപ്ലേസും കാര്യം മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ മേജർ കാര്യങ്ങളൊന്നുമില്ല. കാര്യമൊക്കെ ഉണ്ട്. സീറ്റാറൊക്കെ നല്ല അടിപൊളി ഉഷാറൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര വണ്ടിക്ക് ചോദിക്കുന്നുണ്ട്? നമുക്ക് 65 റുപ്യ ചോദിക്കണം. അത്ര ഉള്ളൂ. 65,000 പേപ്പറിൽ MTFI മാറ്റി കൊടുക്കാം. ഇതിപ്പോ ലോൺ കയറുമോ? ലോണ് പകുതി കൊടുക്കാം. 65,000 വണ്ടിക്ക് ലോൺ പകുതി 35,000 ലോൺ കയറും. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഒരു 18 മൈലേജും കിട്ടും. ഇങ്ങനെ എത്ര പേപ്പർ ഉണ്ട്? പേപ്പർ 27 എല്ലാ പേപ്പറും. ടാക്സ് റിന്യൂവല് എല്ലാം ക്ലിയർ ആണല്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ച് കൊടുക്കാം. AC വർക്കിംഗ് ഉണ്ടോ? AC ഇല്ലാത്ത മോഡലാണല്ലേ? അടുത്ത വണ്ടി നാനോ ചാകര. എങ്ങനെ മോഡല്? ഇത് നാനോ 2010 AC ഇല്ല വണ്ടി. 10 മോഡൽ AC ഉള്ളതാണ്. അതെ. നമുക്ക് ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം. 40,000 റുപ്യ റേറ്റ്. 40,000 റുപ്യക്ക് നാനോ തരാണ്. AC ഒക്കെ വർക്ക് 11 മോഡല്. 10-11 രജിസ്ട്രേഷൻ. കിലോമീറ്റർ വരെ പറയാൻ? കിലോമീറ്റർ ഓട്ടോ നമുക്ക് വരുന്നൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. അതെ. 40,000 റുപ്യ കൊടുക്കാം. കുറച്ച് കൊടുക്കോ? കുറച്ചാന്ന് വല്ലല്ല. ഇല്ലല്ലേ? ലോൺ കയറുന്നാല് ലോണ് ഇതിമേ ചോദിച്ചോക്കാൻ കിട്ടൂലല്ലേ? 40,000 റുപ്യക്ക് റെഡി കായ്ക്ക് വന്നോളൂ. നാനോ കൊണ്ടാകാം. 35,000 റുപ്യക്ക് ഞാനുണ്ടാകും. അത് അറിയണ്ട്. ഒക്കെ വില കുറച്ച് കൊടുക്കാല്ലേ? ഏത് ഐറ്റം ആണെങ്കിലും ഉണ്ട്. 20 വരെ മൈലേജ് കിട്ടോ? 14 മോഡൽ ഞാൻ വേറെ ഉണ്ട്. 15 മോഡൽ വേറെ ഉണ്ട്. 16 മോഡൽ അവിടെ ഉണ്ട്. ഏതാണെങ്കിലും 20 മൈലേജ് കിട്ടും. 20. അടുത്ത വണ്ടി വീണ്ടും നാനോ. എങ്ങനെ മോഡൽ? ഇത് 2014 മോഡൽ.
14 മോഡലാണ്. ട്വിസ്റ്റ് അല്ല, ഇത് ഡാഷ്ബോർഡ്, കമ്പനി സെറ്റ്, സെൻട്രൽ ലോക്ക്, AC പവർ സ്റ്റാരിംഗ്, AC പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. സീറ്റ് ഓപ്പൺ ഉണ്ടാവില്ല, പവർ സ്റ്റാരിംഗ് ഉണ്ടാവില്ല. AC 2 ഡോർ വിൻഡോ 2 ഡോർ വിൻഡോ, AC വരും, ഡാഷ്ബോർഡ് വരും, കമ്പനി സെറ്റ് വരും, സെൻട്രൽ ലോക്ക് വരും. എത്ര ഓടിക്കണം? ഇത് 50-60 കിലോമീറ്റർ ഓട്ടം. സിംഗിൾ ഓണർ തോന്നുന്നു 90%. നമുക്ക് 80,000 റുപ്യ നമ്മൾ ചോദിക്കുന്നത്. ചെറിയ പൊട്ടിച്ചു കൊടുക്കും. ലോൺ ഒരു 40 റുപ്യ സെറ്റ് ലോൺ വേണേ. 20 മൈലേജ് നമ്മളെ ഇവിടുത്തെ KL53 അടുത്ത വണ്ടി വീണ്ടും മാരുതി വെള്ള കളറാണ്. എങ്ങനെ മോഡൽ? ഇത് 2011 മോഡലാണ്. 11 മോഡല് AC വണ്ടി തന്നെയാണ്. MTFI സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ നമുക്ക് വേണമെങ്കിൽ ഇതിന് നോക്കന്നെ വേണ്ടി വരും. ഒന്ന് ചെല്ലോ 80 ഇല്ലാണ് കിലോമീറ്റർ. നല്ല അടിപൊളിയാണ്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ട്. എത്ര വണ്ടികൾ? ഇത് നമ്മൾ ഉറപ്പിച്ച് ചോദിക്കണേ, എന്തേലും ഒക്കെ പൊട്ടിച്ചു കൊടുക്കാം. 11 മോഡൽ AC MTFI വണ്ടി. അത് 1 ലക്ഷം കുറച്ച് AC ഉള്ള വണ്ടിയാണ്. ലോണ് പകുതി കൊടുക്കാം. അടുത്ത വണ്ടി ഇൻഡിക്ക വിസ്റ്റ കോട്രാജെറ്റ്. ഇത് 2010 വണ്ടി. 10 മോഡലാണ്. കോട്രാജെറ്റ് ആണ്. ഡീസലാണ്. കിലോമീറ്റർ ഇഞ്ചൻ വരുന്നത്. കിലോമീറ്റർ ഓട്ടം നമുക്ക് നോക്കാം. നോക്കിട്ട് പറഞ്ഞു കൊടുക്കും. പാടുണ്ടാവുന്ന രക്കച്ചക്കൾ. സീറ്റുകാരൊക്കെ ഉഷാറിലുണ്ട്. 110 നമ്മൾ ചോദിക്കണേ, എന്തേലും പൊട്ടിച്ചു കൊടുക്കും. 1,10,000 വെച്ചാൽ കുറച്ചിട്ട് തരും. തീർച്ചയായിട്ടും കുറച്ചാൽ തരും. ലോൺ കയറുമ്പോ ലോൺ പകുതി ചെയ്തോക്കാം. നേർപ്പകുതി ലോൺ കയറും. കിലോമീറ്റർ വാണിഷിപ്പ് കറക്റ്റ് പറഞ്ഞു. കുറെ വണ്ടികളുണ്ടായിട്ട് ഒന്നാമത് മെമ്മറി നിൽക്കാത്തില്ല. വേറെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഫുള്ള് ക്ലിയർ ആണ്. വൃത്തിയുള്ള വണ്ടിയില്ലേ? അത്യാവശ്യം വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. ഓക്കെ. ഇത് എത്ര മൈലേജ് ഉണ്ട്? ഡീസൽ സ്വിഫ്റ്റിന്റെ ഇഞ്ച് തന്നെയല്ലേ, 20 മൈലേജ് എന്നാലും കിട്ടും. അടുത്ത വണ്ടി നാനോ. നീല കളർ തിളങ്ങാണ്. വെയിൽ നമ്മളും തിളങ്ങുണ്ട്. വണ്ടി തിളങ്ങും. വെയിലാണ്. ഇത് 2015 ട്വിസ്റ്റ്. 15 മോഡൽ ഡിക്കി ഓപ്പൺ ഇല്ലാത്ത വണ്ടി. ഡിക്കി ഓപ്പൺ ഇല്ലാത്ത സ്റ്റാരിംഗ് വരും. AC പവറിന്റെ സെൻട്രൽ ലോക്ക് ഒക്കെ വരും. എല്ലാം വരുന്നതാണ്. 2 ഡോർ വിൻഡോ. ഡിക്കി ഓപ്പൺ ആണെങ്കിൽ അവിടെ ഉണ്ട്. കിലോമീറ്റർ ഓടിക്കണം. ഇത് കിലോമീറ്റർ 50 ജില്ലാനോ 60 ജില്ലാനോ ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ. നിലവിലുള്ള റീപ്ലേസും കാര്യമൊന്നുമില്ല. സീറ്റുകാരും കാര്യമൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. 95 റുപ്യ ട്വിസ്റ്റ് പവർ സ്റ്റാരിംഗിൽ വണ്ടി ചോദിക്കണ്ട്. 95,000 കുറച്ച് കൊടുക്കാം. ലോൺ കയറും. ലോൺ നമുക്ക് പകുതി കൊടുക്കാം. 95,000 പകുതി 10 ലോൺ കയറും. അതെ 20 മേലെ മൈലേജ് അതാണ്. അടുത്ത വണ്ടി വീണ്ടും നാനോ. ചിന്നക്കായ്ക്ക് ചെറിയ ചായക്കായ്ക്ക് 35,000 റുപ്യ ചായക്കായ്ക്കാണ് ഈ നാനം തരുന്നത്. അതാണ് 2010 AC ഒക്കെ വണ്ടി. 10 മോളില് AC ഉള്ള വണ്ടി. AC വർക്കിംഗ് AC വർക്കിംഗ് ഉണ്ട്. ചെറിയ റീപ്ലേസ്മെന്റ് ഒക്കെ ഉണ്ട്. മെയിൻ ക്ലാസ് അങ്ങനത്തെ ചില്ലറ റീപ്ലേസ്മെന്റ്. സീറ്റ് നന്നാക്കാണ്ട് 10-25,000 റുപ്യ പൊളിക്കാരെടുക്കും. 25,000 കൊടുക്കും. നമ്മളെത്ര കൊടുക്കും? നമുക്ക് 35 എന്തെങ്കിലും പുതിയ ഇൻഷൂർ ഒക്കെ അടച്ച് കുറച്ച് എന്തെങ്കിലും കൊടുക്കാം. 35,000 ചോദിക്കൊണ്ട് പുതിയ ഇൻഷൂർ എടുത്ത് കൊടുക്കും. കുറച്ചിട്ടാണ് കൊടുക്കും ചെയ്യാറല്ലേ? കിലോമീറ്റർ വാണിഷിപ്പ് ചോദിക്കാൻ പറഞ്ഞു കൊടുക്കുമല്ലേ? 20 മേലെ മൈലേജ് കിട്ടും. പഠിക്കാനും പറ്റും. ചെറിയ ഫാമിലിക്ക് ഒപ്പിച്ച് കൊണ്ടൊക്കെ മഴ ഉള്ളാതെ പോകാൻ പറ്റിയ വണ്ടിയാണ്. 35,000 റുപ്യ. ഇഞ്ചനൊക്കെ 100% ഗ്യാരണ്ടി ആണല്ലേ? ഒന്ന് ചെക്ക് ചെയ്തെടുത്തോളി. അത് നമ്മൾ പറഞ്ഞു. അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് വെറും 50-55,000 റുപ്യ അൾട്രോണിക് കിടക്കും. മോഡൽ ഇത് 2001 മോഡൽ AC ഒക്കെ വർക്കിംഗ് വണ്ടി. 1 മോഡല് AC വർക്കിംഗ് 26 വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട്. ചെറിയ മാരുതി എടുത്ത് പഠിച്ചവൾക്കൊക്കെ പഠിക്കാൻ പറ്റിയ വണ്ടിയാണ്. പഠിക്കാൻ പറ്റിയ അടിപൊളി അൾട്ടോ. 55,000 റുപ്യ 50 റുപ്യ കൊടുക്കും. 50 പിന്നെ കുറച്ചു. കിലോമീറ്റർ പറയാൻ പറ്റുമോ? കിലോമീറ്റർ ഒക്കെ നോക്കി ഓണർഷിപ്പ് ഒക്കെ നോക്കണം. ഒന്നിനുള്ളിൽ ഓടി ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഓണർ ഒക്കെ തോന്നുന്നത്. റീപ്ലേസ് മേജർ ഒന്നും ഇല്ല. കുറ്റപ്പോഴും പോയിട്ടില്ല. അതൊന്നുമില്ല. ആ പരിപാടി ചെറിയ ടച്ചിങ്ങുകൾ ചെയ്യാണ്ടോ. ടച്ചപ്പ് ചെയ്യാണ്ട് 55,000 ചോദിച്ചാൽ 50,000 റുപ്യ അൾട്ടോ വെള്ള അൾട്ടോ 2001 മോഡൽ 26 വരെ പേപ്പർ. എല്ലാവരും ക്ലിയർ ഉള്ള വണ്ടി. പെട്രോളിന് 18 ആ ലെവലിൽ മൈലേജും കിട്ടും. പഠിക്കാനും പറ്റും, ഫാമിലിക്കും പറ്റും. അടുത്ത വണ്ടി ഒമ്നി ചെറിയ കായിന്റെ എങ്ങനെ മോഡലുണ്ട്? ഇത് 2004 മോഡൽ വണ്ടിയാണ്. 4 മോഡല് ഒമ്നിയാണ്. എത്ര പേപ്പർ ഉണ്ട്? ഇഞ്ചനൊക്കെ 100% ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി. 100% ഇഞ്ചൻ പണി ഇതൊക്കെ ഓല് പാർട്ടി എടുത്തത്. അതുകൊണ്ടാണ് ഗ്യാരണ്ടി പറഞ്ഞിട്ട്. ഒരു ചെറിയ ടച്ചിങ് പോളിഷ് ചെയ്യാണ്ട് 40,000 റുപ്യ കേട്ടോ. 40,000 റുപ്യക്ക് ഒമ്നി വരും. 50,000 റുപ്യക്ക് അൾട്ടോ വരും. 32,000 റുപ്യക്ക് നാനോ കൊടുക്കും. 100 കാരിയർ കാര്യങ്ങളുണ്ട്. ഗ്രില്ലൊക്കെ ഉണ്ട്. 2200 നമ്പർ ഗ്യാരണ്ടി ഇല്ല വണ്ടി.
ഇഞ്ചിന് ഗ്യാരണ്ടി ഫ്ലാറ്റിനൊന്നും ഒരു തുരുമ്പില്ല കേട്ടോ. തുരുമ്പില്ലാത്ത വണ്ടിയില്ലേ? തുരുമ്പ് പക്ക തുറന്നാ കാണിച്ചു കൊടുക്കാം പക്ക. പക്ഷെ ചെറിയ ചെറിയ ടച്ചും ചെയ്യാണ്ട് 40,000 റുപ്യ ഗ്യാരണ്ടി ആണ് കൊടുക്കണം. കൊടുക്കാറില്ല 40,000 ഗ്യാരണ്ടി ആണ്. അതാറുണ്ട് അതാണ് ഇഞ്ചൻ ഗ്യാരണ്ടി ഒന്ന് തരികയാണ് നിങ്ങൾക്ക്. ഇനി ചെറിയ സെയിൽസിനും പറ്റും അങ്ങനെ പറ്റും വണ്ടിയില്ലേ? ചെറിയ അങ്ങോട്ട് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കിയ ചൊറുക്കായി. ഓക്കെ. അടുത്ത വണ്ടി മാരുതി 800 പച്ചക്കിളിയിലെ ഇത് 99 മോഡല് 1999 മോഡലാണ്. നല്ല ഉഷാർ വണ്ടിയില്ലേ? ഉഷാർ വണ്ടി. എത്ര പേപ്പർ ഉണ്ട്? പേപ്പർ ഇത് ടാക്സ് പുതിയ എടുത്തു കൊടുക്കും. റിന്യൂവല് എല്ലാ പേപ്പറും എടുത്ത് ക്ലിയർ ആക്കി കൊടുക്കും. അതെ. കിലോമീറ്റർ പറയണ്ട. ഓണർഷിപ്പ് ഒക്കെ നോക്കാം നമുക്ക് വണ്ടികൾക്ക്. 40 റുപ്യ നമ്മൾ ചോദിക്കണം. 40 ഇത് കാർപ്പറേറ്റർ ആണ്. 40,000 ചോദിക്കുന്നുണ്ട്. അതെ. എന്തായാലും കുറച്ച് കൊടുക്കും. എന്തായാലും കുറച്ച് ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയിട്ടാണ് 40,000 തെറ്റില്ലേ? അതെ അതെ. നല്ല ഉഷാർ വണ്ടിയില്ല. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ടയർ കാര്യങ്ങൾ അതുണ്ട്. പഠിക്കുന്നവർക്കും പറ്റും. അതേപോലെ ചെറിയ ഫാമിലിക്കും പറ്റും വണ്ടിയില്ലേ? പെട്രോൾ എത്ര മൈലേജ്? പെട്രോൾ 17 മൈലേജും കിട്ടും. അടുത്ത വണ്ടി ഇയോണില്ലേ? ഇന്നക്കായ്ക്ക് വണ്ടി ഇത് 2018 മോഡൽ. 18 മോഡൽ ഇയോണാണ്. രണ്ട് ഡോർ വിൻഡോ, പുതിയ സീറ്റാറൊക്കെ ജില്ലാനും കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ലോണും ചെയ്ത് കൊടുക്കാം. 260 ചോദിച്ച് 2.5 ലോൺ ചെയ്യാം. 2.5ക്ക് ഫൈനൽ കൊടുക്കും. ഇല്ല 2.5ക്ക് 15,000 കുറച്ച് കൊടുക്കാം. 2 ലക്ഷം റുപ്യക്ക് വണ്ടി തരും. ഫുൾ ലോണിൽ വണ്ടി കൊടുക്കാം. ഇത് ഫസ്റ്റ് ഓണർ അതാണ്. ഫസ്റ്റ് സെക്കൻഡ് അതിലേറെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഒരു 18-20 ഗ്യാരണ്ടി മൈലേജ് കിട്ടും. അതെ. ഫുള്ള് ലോൺ ആയിട്ട് കൊടുക്കാം. ഫുൾ ലോണിലല്ലേ? ട്രാക്കും എല്ലാവർക്കും ഫുൾ ലോൺ. റീപ്ലേസും കാര്യമൊന്നും ഇല്ലാത്ത വണ്ടിയാ. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അടുത്ത വണ്ടി അൾട്ടോ കേട്ടനല്ലേ? അൾട്ടോ കേട്ടൻ മോഡലുണ്ട്. ഇത് 2018 മോഡലാണ്. 18 മോഡല് അൾട്ടോ കേട്ടനാണ്. കിലോമീറ്റർ 77,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 77 സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ് ഇല്ല. റീപ്ലേസും കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. നല്ല വണ്ടി VXi. CHR കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ കാര്യങ്ങൾ അതുണ്ട്. എല്ലാം ഉള്ള വണ്ടി. എത്ര വണ്ടി ചോദിക്കും? ഇത് നമ്മള് 290 ചോദിക്കണ്ടേ? കുറച്ച് കൊടുക്കും. ലോൺ കയറുമോ? ലോണ് മാക്സിമം ചെയ്ത് 10-50 റുപ്യ താഴെ ബാക്കി ലോൺ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഗ്യാരണ്ടി വണ്ടി. മോഡൽ കൂടിയ വണ്ടിയല്ലേ? 18 മോഡലല്ലേ? മൈലേജ് കിട്ടും. മൈലേജ് 18-20 പെട്രോൾ മൈലേജും കിട്ടും. അടുത്ത വണ്ടി മാരുതി 800. വീണ്ടും മാരുതി. ഇത് 2008 മോഡൽ കേട്ടോ. 8 മോഡൽ മാരുതിയാണ്. എത്ര പേപ്പർ ഉണ്ട്? ഇത് 28 വരെ പേപ്പർ MTFI വണ്ടി. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. പക്ക വണ്ടി കേട്ടോ. കിലോമീറ്റർ ഒക്കെ നമുക്ക് നോക്കണം. ഓണർ 2 തോന്നുന്നത് നിലവിലുള്ള റീപ്ലേസും കാര്യമൊന്നും മേജർ ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര ചോദിക്കുന്നുണ്ട്? ഇത് നമ്മള് 80 റുപ്യ ചോദിക്കണേ. 75 റുപ്യ ഉണ്ടെങ്കിൽ കൊടുക്കാം. 75,000 റുപ്യ കൊടുക്കാം. വേറെ പണി കാര്യങ്ങളൊന്നും. ഉഷാർ വണ്ടി. പെട്രോൾ എത്ര മൈലേജ്? പെട്രോള് ഇതൊരു 18 ആ റേഞ്ചില് മൈലേജും കിട്ടും. അടുത്ത വണ്ടി ഹുണ്ടായുടെ ആയിട്ടല്ലേ? ചെറിയ കൊടുക്കാം. എങ്ങനെ മോഡലുണ്ട്? ഇത് 2008 മോഡലാണ്. 8 മോഡൽ. എത്ര പേപ്പർ? 28 വരെ. എല്ലാവരും ക്ലിയർ പേപ്പറാ. ഇത് ഏതാ ഓപ്ഷൻ? ഇത് AC ബസ്സിന് 2 ഡോർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ നോക്കണം. വലിയൊരു ഓട്ടം ഓടിയിട്ടില്ല. ഓണർഷിപ്പ് നോക്കാം. ഓണർഷിപ്പും കിലോമീറ്റർ നോക്കി പറഞ്ഞേക്കാം. ഓണർഷിപ്പ് എന്തായാലും 1-2 ആയിട്ടുണ്ടാവുള്ളൂ. കറക്റ്റ് ആണെങ്കിൽ ഇത് തന്നെ ഉണ്ടല്ലോ പേപ്പർ. കറക്റ്റ് ഉണ്ട്. ലോക്കലോ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര ചോദിക്കണ്ടേ? ഇത് 2ാമത്തെ ഓണർ തന്നെ തോന്നട്ടോ. നമുക്ക് ഇത് 1.25 ചോദിക്കണേ. 28 പേപ്പറിൽ 1,25,000 വെച്ചാണ്ട് 1.20 നമുക്ക് ഫൈനലാക്കി കൊടുക്കാം. നല്ല വണ്ടിയാ. ലോൺ നമുക്ക് ഒരു പകുതിയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. എന്തായാലും 10-50 റുപ്യ ലോണും കിട്ടും. അതെ അതെ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോള് 15-16 മൈലേജും കിട്ടും. അടുത്ത വണ്ടി ലിവ ഡുവാലിറ്റി കളർ വരുന്ന വണ്ടി. 18 മോഡലാണ്. 18 മോഡൽ ലീവ് ആണ്. അതെ. എങ്ങനെ ഓപ്ഷൻ? VXD ആണ്. ഏറ്റവും ഫുള്ളോട് മാപ്പിടില്ല. ഇതിന് റൂക്കില്ല. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 1 സംതിങ് ഓട്ടുണ്ട്. നമുക്ക് ചെറിയ റീപ്ലേസ്മെന്റ് ഇല്ല വണ്ടിയാണ്. റീപ്ലേസ് ഉള്ള വണ്ടിയാണ്. മേജർ അപ്രോണ് കാര്യമൊന്നുമില്ല. വെമ്പർ ചെറിയ റീപ്ലേസ് ഉള്ള വണ്ടിയാണ്. ഫോട്ടോ കാര്യൊക്കെ റീപ്ലേസ് ആയിട്ട് വരെ ഉണ്ട്. ബോധ്യപ്പെടുത്തിയിട്ട് എത്ര ചോദിക്കണ്ടേ? ഇത് നമുക്ക് എയറിന്റെ നെറുവിലൊക്കെ വിലല്ല വണ്ടി. അതിന്റെ കീപ്പറ്റ് നമുക്ക് എന്തെങ്കിലും പൊട്ടിച്ച് കൊടുക്കാം.
7 ലക്ഷത്തിന്റെ കീപ്പട്ടായിട്ട് കീപ്പട്ട് എന്തെങ്കിലും ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. 18 മോഡല് 19 ഐസറിലെ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. കിലോമീറ്റർ 1.5 ലെവൽ ഓടി. ഒന്നിന്റെ നെറുവിൽ ഓടിയാണ്. ഓടിക്കണ്ടില്ലേ? ഡീസലാണ് വരുന്നില്ലേ? 18-19 VXD വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതെ. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ 20ന്റെ ലെവൽക്ക് എങ്ങനെയാലും മൈലേജ് കിട്ടും. ഫുള്ളാ കയറുമോ? ഫുള്ളോണ് ഏകദേശം ഒരു 10-50 റുപ്യ ഒക്കെ ഉണ്ടെങ്കിൽ ട്രാക്കിൽ ലെവൽക്കാണ് ചെയ്യും. ശരിയല്ലേ? നല്ല പ്രൊഫൈലാണ്. മാക്സിമം ലോൺ ചിലപ്പോ ഫുള്ളും തന്നെ കയറും. പ്രൊഫൈലായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞില്ല. മെയിൻ ആയിട്ട് അതാണ്. അടുത്ത വണ്ടി നിസാൻ മൈക്ര. ഞങ്ങളില്ലേ? ഇത് 2015-16 കേരള വണ്ടിയാണ്. 15 മോഡൽ 16 രജിസ്ട്രേഷൻ ഉള്ള ഒറിജിനൽ കേരള വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ XV. ബട്ടൺ സ്റ്റാർട്ടിംഗ് വീലൊക്കെ വരുന്നുണ്ട്. എല്ലാം കൊണ്ട് ഉഷാർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്, കമ്പനി ഹിസ്റ്ററി കാര്യമൊക്കെ 1,08,000 കിലോമീറ്റർ ഓടി വണ്ടി. റീപ്ലേസ് ഇല്ല. റീപ്ലേസ് ഒന്നും കൊടുക്കാം. ഫുൾ ഓണിൽ കൊടുക്കാം. എത്ര വൈകുന്നല്ലേ? ഇത് നമുക്ക് 3.5 റുപ്യ കൊടുക്കാം. 3.5 ലോൺ ചെയ്ത് 3 ലക്ഷം വെച്ചാൽ 3 ലക്ഷം ലോൺ ഉറപ്പ് മുടക്കാം. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ 20ന്റെ നെറുക്കല കീപ്പട്ട് വരും. എന്തായാലും വരില്ല. ഗ്യാരണ്ടി ആയിട്ട്. കേരളത്തിൽ മലപ്പുറം വണ്ടി. ഒറിജിനൽ മലപ്പുറം വണ്ടി. അടുത്ത വണ്ടി സ്വിഫ്റ്റ്. ചെറിയ മടക്കില്ല. ചെറിയ മടക്കില്ല. ഇത് 2014 VDI വണ്ടി കേട്ടോ. 14 മോഡൽ VDI സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഏകദേശം ഒരു 10-50 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് കണ്ട് വണ്ടി ഇറക്കി കൊടുക്കാം. എത്ര ഓടിക്കുന്നത്? ഇത് 1 സംതിങ് കമ്പനി സർവീസ് കാര്യമൊക്കെ വണ്ടി. ചോദിക്കണേ നമുക്ക് 4 റുപ്യ വെച്ച് 3.90 കൊടുക്കാം. 4 ലക്ഷം 10-40 റുപ്യ ഉണ്ടെങ്കിൽ 3.5 റുപ്യ ലോണും ചെയ്തു. മാക്സിമം VDI വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി. 40,000 റുപ്യ സ്വിഫ്റ്റ് കൊണ്ടുപോകാം. VDI ഡീസൽ വണ്ടിയാണ്. 20,000 മൈലേജ് കിട്ടും. അടുത്ത വണ്ടി അൾട്ടോ 800. ഇത് 2017 മോഡൽ. 17 മോഡൽ അൾട്ടോ 800. അതെ. ന്യൂ ഷേപ്പ് വണ്ടി. ന്യൂ ഷേപ്പ് LXI ആണ്. LXI AC പവർ സ്റ്റിയറിംഗ്. 2 ഡോർ വിൻഡോ. 2 ഡോർ വരും. സീറ്റ് കവർ വരും. നല്ല സെറ്റ് കാര്യമൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. എത്ര ഓടിക്കുന്നുണ്ട്? ഇത് 60 സംതിങ് കിലോമീറ്റർ. 70-60 എന്താ ഓടിക്കുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. പറഞ്ഞു കാര്യമൊക്കെ എല്ലാ വണ്ടിയാണ്. എത്ര ഓടിക്കുന്നുണ്ട്? നമുക്ക് ഇത് 2.55 ചോദിക്കണേ. എന്തായാലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. മാക്സിമം 10-30 റുപ്യ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ. 30,000 റുപ്യ 2018 മോഡൽ ന്യൂ ഷേപ്പ് വണ്ടി കൊടുക്കാല്ലേ? 18 മൈലേജ്. ഓട്ടൊന്നും ആടാത്ത കിലോമീറ്റർ ആണ്. 18 മൈലേജ് കിട്ടൂല. 18ന്റെ നെറുക്ക് 20 തന്നെ കിട്ടും. മൈലേജ് കിട്ടും. മൈലേജ് ഗ്യാരണ്ടി വണ്ടിയാണ്. നല്ല ന്യൂ ഷേപ്പ് വണ്ടിയാണ്. മോഡലും ഉണ്ട്. എല്ലാം ലോണും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അടുത്ത വണ്ടി റെനോൾട്ടിന്റെ കിഡ് ആണ്. ചോപ്പ് കളർ. ഇത് 2017 മോഡൽ. 17 മോഡലാണ്. RXT ആണോ? RXT ഏറ്റവും ഫുൾ ഓപ്ഷൻ. 30 ആകെ ഓടിയിട്ടുള്ളൂ. അടിപൊളി വണ്ടിയാണ്. ഓണർഷിപ്പ് പുറത്തേക്ക് എടുക്കാത്ത വണ്ടി. 4 പുത്തൻ ടയർ കാര്യമൊക്കെ ഉണ്ട്. ഗ്യാരണ്ടി ആണ്. ഓട്ടോമാറ്റിക് ചെറുത് വയ്ക്കുന്നവർക്ക് കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ അല്ല, സെക്കൻഡ്. 30 ഓട്ടം കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ വണ്ടി. റീപ്ലേസും കാര്യം ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഇത് നമ്മള് 3.60 ചോദിക്കണ്ടേ. 3.50 കിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 3 ലക്ഷം 3 റുപ്യ ലോണും ചെയ്ത് കൊടുക്കാം. 50,000 മുടക്കല് റെനോൾട്ടിന്റെ ഓട്ടോമാറ്റിക് ഉണ്ടോ? 18 മൈലേജ് കിട്ടും. 18 റേഞ്ചില് ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും. നല്ല വണ്ടി. RXT ഏറ്റവും ഫുള്ളോട് കമ്പനി സെറ്റ് കാര്യമൊക്കെ വരുന്നുണ്ട്. എല്ലാ വണ്ടി. അടുത്ത വണ്ടി ലിവണ്. സിൽവർ കളറാണ്. ഇത് 2013 നമ്പറായ വണ്ടിയാണ്. 13 മോഡലിലെ നമ്പർ ആയതാണ്. GD SP ഉണ്ടാവില്ല. 2 എയർ ബാഗ് ഒക്കെ വരും. വെള്ള കളറൊക്കെ ഉള്ളില്. വൈറ്റ് ഡാഷ്ബോർഡ് വരുന്നുണ്ട്. കിലോമീറ്റർ 1:30 ആവുന്ന ഓട്ടം കറക്റ്റ് നമ്മൾ പറയില്ല. അതുകൊണ്ട് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ. പക്ഷെ വണ്ടി ഇഞ്ചിനും കാര്യമൊക്കെ പക്കനെ. 3:30 പാർട്ടി പാർക്കിംഗ് സെല്ലിനിട്ടാണ്. അതെ. 3:30 ചോദിക്കണേ. ഇത് 1:30 സിംഗിൾ ഓണർ അല്ല, സെക്കൻഡ് തോന്നുന്നു. കറക്റ്റ് ആണെങ്കിൽ ഇതില് പേപ്പർ എടുത്ത് നമുക്ക് കിട്ടണ ഓർമ്മയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതെ. റീപ്ലേസ് മേജർ ഒന്നും ഇല്ല. അതിമൊന്നും കാണുന്നില്ല. നമുക്ക് എന്തെങ്കിലും കുറച്ച് പാർട്ടിനെ വിളിച്ചാണ് മാക്സിമം ചെയ്തോളൂ. ലോണ് നമുക്കൊരു ഏകദേശം 2.5-3 ഉള്ളിലൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ്. എങ്ങനെയാലും കേറൂലേ? എന്തായാലും 10,000 റേഞ്ചില് നമ്പറായ വണ്ടി എടുക്കാം. അടുത്ത വണ്ടി അൾട്ടോ 800 മോഡൽ കൂടിയ ഫുൾ ഫിറ്റിംഗ്സിലാണ്. അതെ. മിററൊക്കെ മറ്റേ ഇതിന്റെ മിററൊക്കെ മിറർ മാറി. മിറർ ഇത് കാരിയർ ബെമ്പർ എല്ലാം മാറ്റിയോണല്ലേ?
ഫുള്ള് പുതിയ അല്ല ഗ്രില്ലൊക്കെ ഉള്ള ഒറിജിനൽ തന്നെയാണ്. അതിന്റെ എക്സ്ട്രാ ചെയ്താണിത്. അഡീഷണൽ വാടക ഒഴിവാക്കാം. ഇത് 2021 മോഡലാ. 34 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി വാറന്റി സർവീസ്, പുതിയ ബാറ്ററി, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഒക്കെ അല്ല വണ്ടി. 6 മാസം വാറന്റി ഉണ്ട് വണ്ടിക്ക്. പിന്നെ പുതിയ ബാറ്ററി പെട്ടി ഉണ്ട്, അതിന് 1 കൊല്ലം വാറന്റി ഉണ്ട്. പിന്നെ കമ്പനി സർവീസ് ഉണ്ട്, ഹിസ്റ്ററി ഒക്കെ അല്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. റീപ്ലേസും കാര്യമൊന്നുമില്ല. VXI ആട്ടോ. ഏകദേശം കുറ്റിയപ്പൻ ലോണും ചെയ്യാം. ഇത് നമുക്ക് 360 കുറച്ച് കൊടുക്കാം. ഫുൾ ലോൺ ഇല്ലെങ്കിൽ ഒരു 10-50 റുപ്യ പുതിയ മോഡൽ കൂടിയ വണ്ടി ചെയ്തു കൊടുക്കാം. 18-20 കിലോമീറ്റർ കമ്പനി സെറ്റുകാരൊക്കെ വരുന്ന VXI വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടി പോളോ. വീണ്ടും പോളോ. പോളോ 2013 മോഡലാ. 13 ഐലൈൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. കിലോമീറ്റർ കിലോമീറ്റർ 1:20, 1:30, 1:20 ഒക്കെ ഓടിക്കുന്നു. ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കണം. എത്ര വയ്ക്കണ്ടേ? 250. 250 ഫുൾ ലോൺ കൊടുക്കാം. പോളോ 2013 ഫുൾ ലോഡ് വണ്ടി 250. എവിടെയും കിട്ടൂല. ഈ വിലക്ക് എവിടെയും കിട്ടൂല. ഗ്യാരണ്ടി ആണ്. നല്ല ഫുൾ ലോൺ കൊടുക്കും ചെയ്യാം. ഫുൾ ലോൺ കൊടുക്കും. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസലിന് നമുക്ക് 10-20 കിലോമീറ്റർ മൈലേജ് കിട്ടും. അടുത്ത വണ്ടി ഒരു 7 സീറ്റ് കിടിലൻ കിടക്കാച്ചി വണ്ടി. 2017 വണ്ടിയാണ്. ഹൈബ്രിഡ് ഡീസൽ. 17 മോഡൽ ഹൈബ്രിഡ് 7 സീറ്റർ. സിംഗിൾ ഓണറാണ്. കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിയാണ്. ഒക്കെ നല്ല ക്വാളിറ്റി വണ്ടി. സീറ്റാറൊക്കെ ഉഷാറാണ്. നല്ല ദമ്മ് വണ്ടിയില്. അതെ. എത്ര വണ്ടിക്കൊന്ന് ചോദിക്കും? നമുക്ക് ഇത് ഒരു 6 MB കൊടുക്കാം. 6,80,000 16 മോഡൽ ഹൈബ്രിഡ് ഡീസൽ VDI വണ്ടി കൊടുക്കാറല്ലേ? മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. സിംഗിൾ ഓണർ കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഫുൾ ലോൺ ഇല്ലെങ്കിൽ ചെറിയ മുടക്കണമെങ്കിൽ നമുക്ക് ബാക്കി ഒരു 10,000 മുടക്കാണെങ്കിൽ 17 മോഡലല്ല അടിപൊളി ഹൈബ്രിഡ് VDI വണ്ടി കൊടുക്കാം. 7 സീറ്റ് വണ്ടി കവറൊക്കെ ചെയ്ത വണ്ടിയില്ലേ? നല്ല വണ്ടിയാണ്. എത്ര മൈലേജ് കിട്ടും പെട്രോൾ? ഡീസല് ഒരു 15-ന്റെ നെറുക്ക് 17. 20-നുള്ളിൽ മൈലേജ് കിട്ടും. അങ്ങനെ നമുക്ക് പറഞ്ഞു ഇഞ്ചൻ നല്ലത് വരും. നല്ല വണ്ടിയാണ്. നല്ല വണ്ടി. ഒരു ഫാമിലിക്ക് പറ്റിയ വണ്ടി. അങ്ങനെ ഹൈബ്രിഡ് അങ്ങനെ ഉണ്ടല്ലേ? ഹൈബ്രിഡ് ആണ്. രണ്ടും കൂടി വരാം. നല്ല മൈലേജ് ഉണ്ടാവും. 20-ന്റെ നെറുക്കല്ല മൈലേജ് 10, 26, 6 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും. നല്ല വണ്ടിയാ. ഗ്യാരണ്ടി അറിഞ്ഞ് കൊടുക്കാൻ നമ്മളെ മലപ്പുറം വണ്ടി. അടുത്ത വണ്ടി സെലേറിയ. ഒരു ഇളമ്പച്ചക്കളി. ബ്ലാക്ക് അല്ല, ഗ്രേ അല്ല, അങ്ങനത്തെ വെറൈറ്റി കളർ. ഇത് 2014-15 മോഡൽ 15 രജിസ്ട്രേഷൻ തന്നെ. ഫാൻസി നമ്പർ ഓട്ടോമാറ്റിക് വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക്. സീറ്റാർക്ക് ഉഷാറുണ്ട്. VXI ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര ഓടിക്കുന്നുണ്ട്? ഇത് 80 സിംഗിൾ ഓണർ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസും കാര്യമൊന്നുമില്ല. എത്ര വയ്ക്കുന്നുണ്ട്? ഇത് നമുക്ക് 340 ചോദിക്കണ്ടാണ്. കുറച്ച് ചെറിയ വ്യത്യാസം 3.5 ചോദിച്ചു 3.50 കൊടുക്കാതി. എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി വേണമെങ്കിൽ കൊടുക്കാൻ. ലോൺ എത്ര? ലോൺ നമുക്ക് ഏകദേശം ഒരു 3 റുപ്യന്റെ റേഞ്ചില് 290, 280 മാക്സിമം ലോൺ. ഒരു 10-50,000 മുടക്കാണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സെലാരിയോ ഫാൻസി നമ്പർ ഉണ്ടോ? ഫാൻസി നമ്പർ 13 നമ്പറുള്ള വണ്ടി. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് കിട്ടും. 15-17 ഉള്ളിൽ ഇങ്ങനെ മൈലേജ് കിട്ടും. പെട്രോൾ ഓട്ടോമാറ്റിക്. അടുത്ത വണ്ടി അൾട്ടോ കേട്ടൻ. എങ്ങനെ മോഡലുണ്ട്? ഇത് നമുക്ക് 2018 മോഡൽ ഓട്ടോമാറ്റിക്. 18 ഓട്ടോമാറ്റിക് ആണ് അൾട്ടോ കേട്ടൻ. 20 കിലോമീറ്റർ വാറന്റി ഗ്യാരണ്ടി ഒക്കെ കമ്പനി വാറന്റി ഗ്യാരണ്ടി ഒക്കെ ഉള്ള വണ്ടിയാണ്. 20,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ഇത് സെക്കൻഡ് നിലവിലുള്ളത്. റീപ്ലേസും കാര്യമൊന്നുമില്ല. ഒക്കെ കറക്റ്റ് കമ്പനി വന്ന ടയർ സ്റ്റെപ്പിന് പുറത്തേക്ക് ഇറക്കാത്ത വണ്ടിയാണ്. നല്ല വണ്ടി. എല്ലാം കൊണ്ട് ഉഷാറാണ്. സീറ്റാർക്ക് ഉഷാറാണ്. എത്ര ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് 420 ചോദിക്കണ്ടാണ്. കുറച്ച് കൊടുക്കാം. മാക്സിമം ലോണും കൊടുക്കും. ഫുൾ ലോണിൽ ഒരു 3.5 റേഞ്ചില് ലോൺ. ഒരു 50,000 മുടക്കാണെങ്കിൽ കേട്ടൻ ഓട്ടോമാറ്റിക് 18 മോഡൽ. ചെറിയ കിലോമീറ്റർ ആയിട്ടില്ല. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോള് ഇത് ഏകദേശം ഒരു 16, 17, 18 ആ ഉള്ളിക്ക് ഇങ്ങനെ. പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് ഓട്ടോമാറ്റിക് ഏറ്റവും കൂടുതൽ ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടുന്ന വണ്ടിയാണല്ലേ? അടുത്ത വണ്ടി ഇഗ്നസ്. നല്ല അടിപൊളി ഇഗ്നസ് ആണ്. എങ്ങനെ മോഡൽ? ഇത് 2022 മോഡലാണ്. 22 മോഡലാണ്. 20 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സീറ്ററൊക്കെ മിയ സീറ്റർ. സീറ്റർ
24 ആകെ ഓട്ടോ. അത്ര വേണ്ടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, കറക്റ്റ് കമ്പനി സർവീസ് വാറന്റി ഒക്കെ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി 100% പുതിയ വണ്ടി എടുക്കണ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഷോറൂം നടക്കുന്ന കണ്ടീഷനിൽ കൊടുക്കാം. കുറഞ്ഞ ഓട്ടോ, സീറ്റാറ് കാര്യം ഒക്കെ ഉണ്ട്, കമ്പനി LCD കാര്യം ഒക്കെ വരുന്ന വണ്ടി ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് 5,35,000 റുപ്യ നമ്മൾ ചോദിക്കണ്ടേ, കുറച്ച് കൊടുക്കും, എന്തേലും കുറച്ച് കൊടുക്കാം. ലോണ് മാക്സിമം ഇതിമേ 5 രൂപ ചെയ്യാം. മാക്സിമം 35,000 അടിപൊളി വണ്ടിയാണ്. വേറെ പണികളൊന്നും ഇല്ല, ഒരു പണിയില്ല, ഫുള്ള് വാറന്റി, കമ്പനി വാറന്റി വണ്ടിയല്ലേ. എത്ര മൈലേജ് കിട്ടും ഇത്? മൈലേജ് ഇത് നല്ല മെയിൻ ടെമ്പറേച്ചർ റോഡാണ്, 20 മാപ്പിട്ട് കിട്ടും. ഈ ഇങ്ങനത്തെ റോഡൊക്കെ ആണെങ്കിൽ 17 വേണ്ട ആ ലെവലിൽ മൈലേജ്. അങ്ങനെ ഞാൻ എന്റെ വീട്ടിൽ ഉപയോഗിക്കണുണ്ട്, ധൈര്യം പറയും. നമ്മള് ഇതേമാതിരി ബാംഗ്ലൂരൊക്കെ പോയപ്പോ 20 നെറുക്ക് കടന്നു എന്തായാലും കിട്ടുണ്ടല്ലോ മൈലേജ്. പിന്നെ അങ്ങനത്തെ റോഡൊക്കെ ബ്ലോക്ക് ഇല്ലാത്ത ഒരു 17 വേണ്ട നല്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു മുതലട്ടാ. ഉഷാറാണ്, ഓടിക്കാനും നല്ല എല്ലാത്തിനും വണ്ടി, യാത്രയൊക്കെ നല്ല അടിപൊളിയാ. ഉറങ്ങി ഇങ്ങനെ പോയി. അടുത്ത വണ്ടി നിസാന്റെ സണ്ണിയാണ്, സെഡാൻ വണ്ടി. എങ്ങനെ മോഡലുണ്ട് ഇത്? 2013 മോഡല് XV, ഏറ്റവും ഫുള്ളോട് വണ്ടി. 13 XV ആണ്, ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്ന വണ്ടി. അതെ, സീറ്റാർ കാര്യമൊക്കെ നല്ല അടിപൊളി വണ്ടിയാണ്. സീറ്റാറൊക്കെ നല്ല അടിപൊളി ഉണ്ട്. 90 കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് തേടാം. നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസും കാര്യമൊന്നുമില്ല, ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ. കട്ടിൽ കിടക്കും പോലെ കിടക്കാം ബാക്കിൽ. പിന്നെന്താ, എങ്ങനെ കൊടുക്കാം? നല്ല സ്പേസ് ഉണ്ടല്ലോ ബാക്കിൽ, ഡിക്കൊക്കെ തുറന്ന എന്തും കൊണ്ടുപോകാം. അതാറുണ്ട്. ചെറിയ കായ്ക്ക് നമുക്ക് ഒരു സെഡാൻ ടൈപ്പ് വണ്ടി 2,85 ചോദിക്കണം. എന്തെങ്കിലും കുറച്ച് കൊടുക്കും, എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുമോ? ലോൺ കയറുമോ? ലോണൊക്കെ മാക്സിമം ചെയ്ത് എത്ര പോലെ പ്രൊഫൈല് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്തു ചെയ്ത് കൊടുക്കാം. എത്ര കിട്ടും? ചെറിയ ആൾക്കാർ ഇറക്കാം. അല്ലാതെ ആ മൈക്രമ കയറണ അത്രക്ക് കയറില്ല. ഈ സണ്ണിമ മാക്സിമം നമുക്ക് എത്ര അങ്ങനെ 1 ഉറുപ്പ്യന്റെ ഉള്ളിലൊക്കെ മുടക്കി നമുക്ക് ചെയ്തു. ഇത് ഡീസൽ എത്ര മൈലേജ്? ഡീസൽ ഇത് നല്ല മൈലേജ്, 20 ഗ്യാരണ്ടി മൈലേജ് കിട്ടും. അടുത്ത വണ്ടി സെലേറിയോ, മാനുവൽ ഓട്ടോമാറ്റിക്കാ? ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇപ്പോഴൊന്നുള്ളൂ, ചൂടുണ്ട്. ഇത് നമ്മള് സർവീസ് ഒന്നും ചെയ്തിട്ടില്ല. 2016 ഏറ്റവും ഫുള്ളോട് VXI അല്ല, ZXI ആണ്. വിൻഡോ, ബാക്ക് വൈപ്പർ കാര്യൊക്കെ അല്ല വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്, 2 എയർ ബാഗ് വരും, ബാക്ക് വൈപ്പർ 4 ഡോറ് വിൻഡോ വരും, അഡ്ജസ്റ്റ് വരും, ടയറ് കാര്യം ഒക്കെ ഉണ്ട്. ഇത് 80 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ. റീപ്ലേസ് ചെറുതായിട്ടുണ്ട്. മേജർ ഇല്ല, അപ്രോണോ കാര്യം അങ്ങനെ ചെറിയ തട്ടിയ വണ്ടിയാണ്. പക്ഷെ അപ്രോണക്ക് കാര്യത്തിന് പറ്റിയ അതിന്റെ വിലക്ക് കൊടുക്കാം. 4 റുപ്യാന്റെ നെറൂല് മാർക്കറ്റിൽ വണ്ടിയാണ്. ഇത് നമുക്കൊരു 3 MB കൊടുക്കാം. 3,80,000 കൊടുക്കാം. 16 മോഡൽ ZXI സർവീസ് കമ്പനി ഹിസ്റ്ററി ഇല്ല, 80 സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, നല്ല വണ്ടി. ഫുൾ ഓൺ കൊടുക്കാം. ഉറപ്പ് മടക്കാതെ അടിപൊളി സെലേറിയോ ഓട്ടോമാറ്റിക് ഫുൾ ഓൺ പെട്രോൾ എത്ര മൈലേജ്? പെട്രോള് 16, 17 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. ZXI ആട്ടോ, നല്ല വണ്ടി. KL 53 നമ്മളെ മലപ്പുറം പെരിന്തൽമണ്ണ ഉണ്ട്. അടുത്ത വണ്ടി അൾട്ടോ K10, ഒരു ഇളഞ്ചോപ്പ് കളർ. എങ്ങനെ കോപ്പർ റെഡ് അങ്ങനെ എങ്ങനെ? ഇത് 2013 VXI ആണ്. 13 VXI ആണ്. ചൂടാറിയിട്ടില്ല, അപ്പൊ കയറാണ് വണ്ടികളങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടുന്ന് ഇങ്ങനെ പോയി, 2 കയറി, ഇനി 2 കൊണ്ടുവരാണ്ട് അങ്ങനെ വണ്ടി വരിക പോവുക. എത്ര ഓടിക്കണം? ഇത് 70 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആകെ. ഓണർഷിപ്പ് സിംഗിൾ ആണ് തോന്നുന്നു, സിംഗിൾ തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇപ്പൊ വരാകൊണ്ട് വലിയൊരു ഓർമ്മല്ല, നോക്കണം. തട്ടുമുട്ട് കാര്യമൊന്നുമില്ല, റീപ്ലേസും കാര്യമൊന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക. ഇതിൽ കോപ്പി ഉണ്ട്, എല്ലാം കോപ്പി. ഇത് 2ാമത്തെ ഓണർഷിപ്പ് ആണ്. എത്ര ഓടിക്കുന്നത്? ഇത് 70 സംതിങ് കിലോമീറ്റർ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2 ലക്ഷം രൂപ. 2 ലക്ഷം VXI ആണ്. 2 ലക്ഷം ചോദിക്കണ്ടേ? കുറച്ച് തരും, കുറച്ചെന്തേലും കുറച്ച് പൊട്ടിച്ച് ചെറുതായിട്ട് കൊടുക്കും. ലോൺ എത്ര കയറും? ലോൺ ഏകദേശം 1,50,000 നെറൂല് കയറണ്ടേ.
1.5 മേലെ നെറൂല് എങ്ങനെ കയറും. VXi 13 മോഡൽ 74 കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്, സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. നല്ല വൃത്തിയിലാണ്. ഒരു 30-40 രൂപയ്ക്ക് വണ്ടിയാണ് ഇറക്കാം. സീറ്ററൊക്കെ അടിപൊളിയായി ചെയ്ത വണ്ടിയില്ലേ ഒക്കെ ഇതിന്റെ കളർ സീറ്റാണ്. അതാണ്. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോള് 18-20 ആ റേഞ്ചിൽ മൈലേജ് കിട്ടും. ഫ്രണ്ട്സ്, അപ്പൊ വീടിന് വൈൻഡ് അപ്പ് ചെയ്യണം. ഈ ചെറിയ വീട്ടിലെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അടുത്തുള്ള അടിപൊളി വീഡിയോ കാണാം.